ഇങ്ങോട്ട് സ്നേഹിക്കാൻ തന്നെ തള്ളനെ. എൻ്റെ ഈ മോനെ ഇതാണ് ലാസ്റ്റത്തെ മോന്. ഇതിനൊരു എടുത്ത് ഉമ്മ വെച്ചിട്ടുണ്ടോന്ന് ചോദിച്ചോക്കട്ടെ ഇനി ആ തള്ളനോട്. നീ ഇങ്ങനെയൊക്കെ ഉമ്മ സ്നേഹികൾ പറയണ്ടല്ലോ. ഈ ഉമ്മ പറയുന്ന അവള് എൻ്റെ മക്കള് എൻ്റെ ഇതും പേരക്കുട്ടികളെ നിന്റെ കെട്ടിയോൻ ഉണ്ടാക്കി വിട്ട കബറിൽ കൊണ്ട് ഇടുന്ന് പറഞ്ഞ തള്ളയാണ് എൻ്റെ തള്ള. അതിന് വിവരം വിദ്യാഭ്യാസം ഇല്ലാന്ന് പറയാ. എന്തിനാ അങ്ങനെ ദ്രോഹിക്കണെന്നറിയില്ല, എനിക്കറിയില്ല. എൻ്റെ മക്കൾ എന്നെ ഒരുപാട് ദ്രോഹിക്കുന്നു. എല്ലാരും കൂടി കൊല്ലാൻ നോക്കുന്നു. തള്ളായിന് ഫുൾ സപ്പോർട്ടാണ്. എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്പം പറഞ്ഞുതരാം. എൻ്റെ സൗണ്ട് കൊണ്ടാണ് ഞാൻ ജീവിക്കണത്. എൻ്റെ മക്കളെ നോക്കണ എൻ്റെ സൗണ്ട് കൊണ്ടാണ്. എൻ്റെ സൗണ്ടിന് അവള് കാരണം അവള് കെട്ടിക്കൊടുത്ത അവള് ഇവിടെ വന്നിട്ട് തല്ലുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി അവര് 3 എണ്ണത്തിന്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഷാജിയെക്കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഏകദേശം 1 ലക്ഷം ആൾക്കാർ ആ വീഡിയോ കാണുകയും അതിൽ 90% ആൾക്കാരും നമ്മുടെ വീഡിയോ അനുകൂലമായി ആണ് അതിന് കമൻറ്റും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു 10% ആൾക്കാർ നമുക്ക് എതിരായിട്ടും അതിൽ അഭിപ്രായം എഴുതുകയുണ്ടായി. അത് ഒരു സ്ത്രീയാണ്, അതുപോലെ തന്നെ ആ കുട്ടികളെ 5 കുട്ടികളെ പഠിപ്പിക്കാനും നോക്കാനും വേണ്ടിയിട്ടാണ് ആ സ്ത്രീ കഷ്ടപ്പെടുന്നത് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് നമുക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. പക്ഷേ നമ്മൾ ആരും ആ സ്ത്രീയെയോ ആ കുട്ടികളെയോ ഒന്നും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മൾ പറഞ്ഞത് ഇത്തരം വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് നാളെ ഷാജിക്ക് തന്നെയാണ് പണിയാവുക എന്നാണ് നമ്മളെ വീഡിയോൻ്റെ അവസാനം വരെ പറഞ്ഞത്. തീർത്ത് കാണാത്ത ആൾക്കാരാണ് നമ്മളെ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ പുതിയ ഒരു പ്രശ്നവുമായി ഷാജി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഒന്ന് കേൾക്കാം. സൗണ്ട് പോയി അറിയില്ലേ? സൗണ്ട് ശരിക്കും പോയി. 2 ആഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ലൈവ് ഒന്നും ഇടാൻ പറ്റില്ല. ഇനി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ കഴുത്ത് കയറി പിടിച്ചില്ലേ, അതിലെന്റെ സൗണ്ട് പോയി. ഡോക്ടറെ കാണിച്ചിട്ട് ഇപ്പൊ മരുന്ന് തന്നിട്ട്. എന്തിനാ അങ്ങനെ ദ്രോഹിക്കണെന്നറിയില്ല, എനിക്കറിയില്ല. എൻ്റെ മക്കൾ എന്നെ ഒരുപാട് ദ്രോഹിക്കുന്നു. ഇപ്പൊ എൻ്റെ കഴുത്ത് കയറി അവൻ പിടിച്ച് 2 ആഴ്ച 22-ാം തീയതി പ്രശ്നങ്ങൾ കഴിഞ്ഞു. ഞാൻ ഇതുവരെ വിചാരിച്ചത് ഞാൻ വെള്ളം കുടിച്ചിട്ടും തണുത്ത വെള്ളങ്ങളൊക്കെ കുടിച്ചിട്ട് എൻ്റെ സൗണ്ട് പോയിരിക്കണം. അല്ല, എൻ്റെ സർജറി കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ ഉള്ളൊന്നും ഉണങ്ങിയിട്ടില്ല. കഴുത്ത് കയറി പിടിച്ചിട്ട് 2 ആളും ആങ്ങളും പെങ്ങളും കൂടി എൻ്റെ കഴുത്ത് കയറി പിടിച്ച് ഇവിടെ എൻ്റെ സൗണ്ടിൻ്റെ ആ ഭാഗത്ത് 2 ഭാഗത്ത് നീര് കെട്ടി നിൽക്കണം. ഇപ്പം എനിക്ക് എനിക്ക് കൂടുതൽ റെസ്റ്റ് എടുത്തില്ല. പറഞ്ഞാൽ അടുത്ത് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ഇപ്പോൾ വെള്ളനാട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വന്നു. ഇനി അടുത്ത് ഞാൻ സർജറിക്ക് റെഡി ആവണം. എൻ്റെ സൗണ്ട് പോയി. എല്ലാരും കൂടി കൊല്ലാൻ നോക്കുന്നു. നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. എൻ്റെ ഇക്കുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എൻ്റെ ഇക്കല്ലാത്തോണ്ട് എന്നെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. അത് 2 ആളും കൂടി കയറി എൻ്റെ കഴുത്തിൽ ഇന്ന് എൻ്റെ സൗണ്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ സൗണ്ടാണ് അവൻ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളിന് എന്തെങ്കിലും അവര് ഇപ്പൊ ഇത്രയും ഞാൻ ക്ഷമിച്ച് അനുഭവിച്ച് നിക്കണത്. തള്ളായിന് ഫുൾ സപ്പോർട്ടാണ്. എന്നെ തല്ലുമ്പോഴോ എൻ്റെ കഴുത്ത് കയറി പിടിക്കുമ്പോഴോ ഒക്കെ കയറി നോക്കി നിൽക്കണ്ടായിരുന്നു. എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്പം പറഞ്ഞുതരാം. എൻ്റെ സൗണ്ട് കൊണ്ടാണ് ഞാൻ ജീവിക്കണത്. എൻ്റെ മക്കളെ നോക്കണ എൻ്റെ സൗണ്ട് കൊണ്ടാണ്. എൻ്റെ സൗണ്ടിന് അവള് കാരണം അവള് കെട്ടിക്കൊടുത്ത അവള് ഇവിടെ വന്നിട്ട് തല്ലുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി അവര് 3 എണ്ണത്തിന് കേട്ടാണ്ടിരിക്കില്ല. എൻ്റെ മാമ എന്നെ തൊട്ടിട്ടില്ല. എൻ്റെ മാമ എന്നെ തൊടാത്തോണ്ട് തന്നെ എൻ്റെ മാമകന്റെ പേരിൽ ഞാൻ കേസും കൊടുത്തിട്ടില്ല. തൊട്ടത് അവരുടെ മകനും മകളും ആ തള്ളയാണ്. എന്നെ അവൻ ചവിട്ടി താഴ്ത്തി അവൻ എൻ്റെ നെഞ്ഞത്ത് കയറി നിന്നിട്ടാണ് എൻ്റെ കഴുത്ത് കയറി പിടിച്ചത്. ഇതൊക്കെ തെളിവുണ്ട്. എൻ്റെ മക്കളാണ് എൻ്റെ സാക്ഷി. എൻ്റെ അപ്പോൾ ഷാജി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഷാജി പറയുന്നുണ്ട്, എനിക്ക് സൗണ്ട് കിട്ടുന്നില്ല, എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ്. ആദ്യമൊക്കെ എന്തോ തണുപ്പ് ഭക്ഷണം കഴിച്ചിട്ടാണ് വെള്ളം കുടിച്ചിട്ടാണ് സൗണ്ട് പോയത് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. അതിനുശേഷം ഡോക്ടറെ കാണിക്കുന്നു. ആ പ്രശ്നമുണ്ടായ സമയത്ത് ഈ ഉമ്മയുടെ ആങ്ങളുടെ മകൻ വന്നിട്ട് അടിച്ചതിന് ശേഷം കൗത്തിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും എന്തൊക്കെ ഉണ്ടായി എന്നും ആ സമയത്ത് പണ്ട് ഷാജിക്ക് 1 വർഷം മുന്നേ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ആ സ്ഥാനത്ത് നീര് വരികയും ഇപ്പോൾ
ഇനിയും ഒരു സർജറി ചിലപ്പോൾ വേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു എന്നാണ് ഷാജിദ പറഞ്ഞു വെക്കുന്നത്. ഷാജിയുടെ സൗണ്ട് പോകാനുള്ള കാരണം ഈ അടിയും പിടിയും മാത്രമൊന്നുമല്ല. പക്ഷേ അത് വേറൊരു കാര്യം. ഇനി അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷാജിദ ഷാജി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട്. അവിടെ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ട് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള നടപടികളായി മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ദേഹത്ത് എന്തെങ്കിലും പരിക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബോധ്യപ്പെടുത്താവുന്നതും ഇന്നത്തെ കാലത്ത് അത്തരം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് തെളിയിക്കാൻ പറ്റുന്നതുമാണ് ഷാജിദ. തീർച്ചയായിട്ടും അതൊക്കെ അറിയുന്ന ഒരാളാണ് ഈ ഷാജിദ ഷാജി. അങ്ങനെ അറിയാത്ത ഒരു പാവം ഒരു സ്ത്രീ ഒന്നുമല്ല. കാരണം ഇവരുടെ വീഡിയോ, ഫാമിലി വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് ബോധ്യമുള്ള കാര്യവുമാണ്. എന്നാൽ ഷാജിദ പറയുന്നുണ്ട്, എനിക്ക് ഈ സൗണ്ട് ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി സാധിക്കുകയില്ല, ഞാൻ ഈ സൗണ്ട് വിറ്റിട്ടാണ് ജീവിക്കുന്നത്, എന്നിട്ട് വേണ്ട എനിക്ക് എൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നു. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഇനി അങ്ങനെ ഒരു തെറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റായ കാര്യം തന്നെയാണ്. പക്ഷേ ഷാജിദ ഷാജി പിന്നെ കുറച്ച് ആൾക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു, എല്ലാ ഉമ്മമാരും ഈ ലോകത്ത് നല്ലതല്ല, താങ്കൾ പറഞ്ഞത് തെറ്റാണ് എന്ന രീതിയിൽ ഒരുപാട് പേർ നമുക്ക് കമൻ്റ് അയക്കുകയുണ്ടായി. എന്നാൽ അത്തരം ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സ്വർഗം എന്ന് പഠിച്ച ആളാണ് ഞാനും, അതുപോലെ തന്നെ ഈ പറയുന്ന ഷാജിദ എന്ന് പറയുന്ന സ്ത്രീയും. ഇതിൻ്റെ മുന്നേ കഴിഞ്ഞ പെരുന്നാൾക്ക് ഷാജിദ ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഉമ്മയെ കൂട്ടി മക്കളെയും കൂട്ടി വളരെ സന്തോഷത്തോടു കൂടി വീഡിയോ എടുത്ത് റീൽസായിട്ട് അത് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഈ യൂട്യൂബിലും എല്ലാം ഇട്ട ഒരു സ്ത്രീയാണ് ഈ ഷാജിദ എന്ന് പറയുന്ന സ്ത്രീ. എത്ര പെട്ടെന്നാണ് അവർ മാറുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ ഉമ്മാക്കെതിരെ, ഈ ഉമ്മ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഷാജിദ പറയുന്നുണ്ട്, ഈ പോലീസ് കേസ് കൊടുത്തത് ഈ ഉമ്മയും അതുപോലെ തന്നെ ആങ്ങൾക്കുമെതിരെ കേസ് കൊടുത്തിട്ടൊന്നും നടപടി എടുക്കുന്നില്ല. വലിയ പൈസക്കാരുടെ ഭാഗത്താണ് നിയമം, പൈസക്കാരൊപ്പരമാണ് പോലീസുകാർ നിൽക്കുന്നത്. ഈ പൈസക്കാരെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ ഉമ്മ എന്ന് പറയുന്ന സ്ത്രീ സാധാ തൊഴിലുറപ്പ് പോയിട്ട് കുടുംബം പോറ്റുന്ന ഒരു സ്ത്രീയാണ്. അത്രയ്ക്കും സാധുവായ ഒരു സ്ത്രീയാണ്. പക്ഷേ അവർ 100% ഓക്കെയാണെന്നും നമുക്കും അഭിപ്രായമില്ല. ഈ ലോകത്ത് എല്ലാ ഉമ്മമാരും നല്ലതാണ് എന്നും പക്ഷപാതപരമായിട്ട് പെരുമാറുന്നവരല്ല എന്നൊന്നും നമ്മളും പറയുന്നില്ല. തീർച്ചയായിട്ടും ഷാജിദയുടെ കാര്യത്തിൽ ഇത് ശരിയാണോ എന്ന് മാത്രമാണ് ഒരു സംശയം. കാരണം എല്ലാ കാര്യത്തിലും ഷാജിദ ക്യാമറയും അതുപോലെ തന്നെ മൊബൈലുമായിട്ട് റെക്കോർഡ് ചെയ്ത് പൊതുജനങ്ങൾക്ക് എത്തിക്കാറുള്ളതാണ് എല്ലാ വീഡിയോയും. എന്തുകൊണ്ട് ഈ ഉമ്മയും ഉമ്മയുടെ ആങ്ങളുടെ മകനും അവിടെ വന്ന് കടിയും കച്ചറയും എല്ലാം ഉണ്ടാക്കിയിട്ട് ഷാജിദ അത് മാത്രം റെക്കോർഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷേ അത് ഞങ്ങൾ വിശ്വസിക്കില്ല. കാരണം ഷാജിദയുടെ ഫാമിലി ബ്ലോഗ് കാണുന്ന എല്ലാവർക്കും ഷാജിദയുടെ സ്വഭാവം 100% അറിയാം. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ തൊട്ടടുത്തുള്ള അയൽവാസികളെങ്കിലും അവിടെ ഓടിക്കൂടും. സാക്ഷി പറയാൻ 2 ആൾക്കാരെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് സാക്ഷിക്കായി ആരെങ്കിലും 2 ആളെ വേണം. അത്രയും അടുത്ത് വീടുകളുള്ള സ്ഥലത്താണ് ഷാജിദ് താമസിക്കുന്നത്. എന്നിട്ട് അവരാരും അങ്ങനത്തെ ഒരു പ്രശ്നം കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. ഒന്നാമത് ഇവരെ സ്വഭാവം വെച്ചിട്ട് അവിടെ അങ്ങനെ പ്രശ്നങ്ങളും ചീത്തകളും അങ്ങോട്ടും കൊടുക്കെ പറയുന്നത് സ്വാഭാവികമാണ്. അതൊരു വീട്ടിൽ നടക്കുന്ന കാര്യമാണ്. ഉമ്മാൻ്റെ ജഡ്ഡി ഡാൻസ് വരെ യൂട്യൂബിലിടും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ അവർ സംപ്രേഷണം ചെയ്ത വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതിലുപരി അവരുടെ മക്കൾ പഠിക്കുന്ന ദാറുൻ നജാത്ത് എന്ന് പറയുന്ന യത്തീംഖാനയിൽ പോയി ഷാജിദ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. മാർക്ക് ലിസ്റ്റ് എന്നെ ചാച്ചുവിൻ്റെ മാർക്ക് D+ ഫുള്ള് D+ LSSൽ പഠിച്ച് എങ്ങനെയൊക്കെ പഠിപ്പിച്ച് എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി, എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. എനിക്ക് ജീവിക്കണ്ട, ഇനി എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. എനിക്ക് ഇവര് ഞാനിനി എങ്ങനെ പ്രൈവറ്റ് ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തു? ഇവനെ D+ ഫുള്ള് 7, 8, 9, 8, 9, 10 ഇവിടെ 3 കൊല്ലം പഠിപ്പിച്ച് എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കില്ല. ഞാൻ എന്ത് ചെയ്യാം? പഠിച്ചോനെ എനിക്കുള്ള തീരുമാനം എന്താ? പൈസ ഉള്ളവരുടെ കൂടെ മാത്രമാണ് എൻ്റെ കുട്ടീൻ്റെ TC വാങ്ങാൻ 2 കൊല്ലം ഇവരെനിക്ക് മാർക്ക് ലിസ്റ്റ് കാണിച്ചിട്ടില്ല. 2 കൊല്ലം എൻ്റെ മാർക്ക് ലിസ്റ്റ് കാണിക്കാം. എന്നെ കുട്ടീൻ്റെ ഞാൻ ഇവിടെ പോവില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ തന്നെ ഇരിക്കും. കിട്ടും നാളെ വരയ്ക്കും ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇവിടുന്ന് പോവാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ തന്നെയാണോ ഇരുന്നത്? ഇല്ലേ, 2 കൊല്ലം ഇവിടെ തന്നെയല്ലോ ഇരുന്നത് സാറേ. എന്താ
ഇവർ കഴിഞ്ഞ 9-ാം തീയതി 9 മണി വരെ എന്നെ കുട്ടികളെ സ്റ്റേഷനിൽ നിർത്തിച്ചു. എന്നിട്ട് ഇവർ 9 മണിക്ക് ഇവർ സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഇവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇവർ തന്നില്ല? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഷാജിദ വളരെ ആക്രോശിച്ചുകൊണ്ട് വളരെ അലറി നിലവിളിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട് തൻ്റെ മക്കളുടെ മാർക്ക് ലിസ്റ്റ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അവിടെ നടക്കുന്നത്. എന്നാലും ഒരുപാട് കരയുന്നുണ്ട്. എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു എന്നൊക്കെ ഷാജിദ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംവിധാനത്തിൽ, അങ്ങനെ ഒരു യത്തീംഖാനയാണെങ്കിലും മക്കളുടെ കാര്യത്തിൽ നിരുത്തരവാദിത്വപരമായ എന്തെങ്കിലും ഒരു പ്രശ്നം അവരുടെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തപ്പെടേണ്ടതാണ്. ആ മക്കളുടെ ഭാവി തുറന്നു പഠിക്കാനുള്ള എല്ലാ അവകാശവും ആ മക്കൾക്കും അതുപോലെ തന്നെ അവർക്കുമുണ്ട്. തീർച്ചയായിട്ടും അത് യത്തീംഖാനയുടെ ഭാഗത്ത് എന്തെങ്കിലും മോശകരമായ രീതിയിലോ എന്തെങ്കിലും ഫാൾട്ടുകളോ ഉണ്ടെങ്കിൽ അത് അവർ തിരുത്തേണ്ടതുമാണ്. തീർച്ചയായിട്ടും അതിൽ ഷാജിദിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കേണ്ട സാധനം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അവിടെ ഇരുന്ന് ഷാജിദ ലൗഡായിട്ട് സംസാരിക്കുന്നതും വളരെ മോശപ്പെട്ട വാക്കുകൾ വിളിച്ചു പറയുന്നതും എല്ലാം നമുക്ക് കാണാം. ഇതുകൊണ്ടാണ് ഈ സ്ത്രീയെ നമ്മൾ ഒരുപാട് ആൾക്കാർ സ്നേഹിച്ചിരുന്നു. തീർച്ചയായിട്ടും 5 യത്തീം മക്കളുടെ ഒരു ഉമ്മയാണ്. ആ കുട്ടികളെ വിടാതെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് പോറ്റുന്നു എന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. സമൂഹത്തിൽ നല്ലൊരു മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ ബാക്കി കാര്യങ്ങളിലൊന്നും താങ്കളോട് ആർക്കും ഒരു യോജിപ്പുമില്ല. അതിൻ്റെ ഒരു കാരണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ യത്തീംഖാനയിൽ നടന്ന ഈ ഒരു വിഷയം പോലും ഈ സ്ത്രീ വളരെ കൃത്യമായി ഷൂട്ട് ചെയ്ത് അത് അവരുടെ ചാനലിൽ അത് ഉപയോഗപ്പെടുത്തുകയും അതുപോലെ തന്നെ പൊതുജനങ്ങളിലേക്ക് അവർ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ ഈ ഉമ്മയും അതുപോലെ തന്നെ ആങ്ങളെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാണ്. എന്തിന് എന്ന് ഷാജിദ പറഞ്ഞു വെക്കുന്നത് ഉമ്മാക്കും അവരുടെ അനിയത്തിയുടെ മക്കൾക്കും അവിടെ വന്ന് സൂയിക്കാൻ ആണ് എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കുന്നത് എന്നാണ് ഷാജിദ പറയുന്നത്. വളരെ മോശമാണ്. സ്വന്തം ഉമ്മായെപ്പറ്റി ഇത്രയും മോശകരമായ രീതിയിൽ ഷാജിദ പറഞ്ഞു വെക്കുന്നത് ആർക്കാണ് മോശമെന്ന് ഷാജിദ ചിന്തിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, താങ്കൾ ഇത്തരം ഒരു കാര്യം പൊതുജനങ്ങളിലേക്ക് സ്വന്തം ഉമ്മാനെ പറ്റിയും സ്വന്തം അനിയത്തിയെ പറ്റിയും മോശമായ വളരെ വൃത്തികെട്ട ഒരുപാട് വാക്കുകൾ താങ്കൾ ഇതിൻ്റെ മുന്നിലുള്ള ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ അനിയത്തിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ വീഡിയോ നാളെ നിങ്ങൾക്ക് തിരിച്ചു വരുന്നതായിരുന്നു. കർമ്മ എന്ന് പറയുന്ന പോലെ തന്നെ ഷാജിദ ചെയ്യുന്ന പ്രവൃത്തികൾക്കുള്ള എല്ലാ മറുപടിയും ഷാജിദക്ക് തന്നെ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ നുറുങ്ങു പ്രശ്നങ്ങളും എല്ലാം നമ്മളെടുത്ത് വീഡിയോ ആക്കി യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നാളെ ഇത് തിരിച്ചു വരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം ഉമ്മാനെ മോശക്കാരത്തിയാക്കി ചിത്രീകരിച്ചത് കൊണ്ട് ഷാജിദക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നറിയില്ല. പിന്നെ ഷാജിദ പറയുന്നുണ്ട്, ഇതുവരെ ഷാജിദൻ്റെ മക്കൾക്ക് ഒരു മുട്ടായി പോലും ഉമ്മ വാങ്ങിക്കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് യാഥാർത്ഥ്യമാണ്. കാരണം ഇതിനു മുന്നേയുള്ള വീഡിയോയിലെല്ലാം ആ ഉമ്മയും മക്കളുമായിട്ട് വളരെ സന്തോഷത്തിൽ ഒരു പെരുന്നാൾക്ക് പോയി ഡ്രസ്സ് എടുത്ത് ഫോട്ടോ എടുക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്കും ഒരു മോശക്കാരത്തിയായ ഒരു ഉമ്മയാണോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും 100% പറയാൻ കഴിയില്ല. എങ്കിലും അങ്ങനെയല്ല എന്നാണ് നമ്മൾ ഇതിന് മുമ്പിലെ വീഡിയോ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഷാജിദ സ്വന്തം ഉമ്മാനോടും അതുപോലെ തന്നെ ആങ്ങളമാരോടും ഈ വീഡിയോ ചെയ്യുന്ന എല്ലാവരോടും ഷാജിദക്ക് ശത്രുതയാണ്. ആരുമായിട്ട് ഷാജിദ നല്ലോണം പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. സ്നേഹിക്കുന്നവരെ മുഴുവൻ ശത്രുവാക്കി മാറ്റുക എന്നാണ് ഷാജിദാൻ്റെ ഒരു നയം. ഷാജിദ അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഷാജിദ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലേക്ക് പങ്കുവെക്കുമ്പോൾ നാളെ അത് താങ്കൾക്ക് തന്നെ എതിരായി അല്ലെങ്കിൽ താങ്കളുടെ കുടുംബത്തിനെതിരായി അല്ലെങ്കിൽ താങ്കളുടെ മക്കൾക്കെതിരായി അത് വീഡിയോ ആയിട്ടും റിയാക്റ്റിംഗ് ആയിട്ടും പല കോലത്തിലും തിരിച്ചു വരുന്നതാണ്. അത് മനസ്സിലാക്കി ഇനിയെങ്കിലും കുടുംബത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ നുറുങ്ങ് പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി സമൂഹ മാധ്യമം പങ്കുവെക്കുന്നത് ഒഴിവാക്കണമെന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.